قدرت أن تمسي وأن تصبح وليس في قلبك غش لأحد فافعل وذاك سنتي. മോനെ, എനിക്കൊരു സംസ്കാരമുണ്ട്. ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി 8ാമത്തെ വയസ്സിൽ ഈ മോന്റെ പ്രായത്തില്, അതല്ലെങ്കിൽ ഈ കൊച്ചുകുട്ടികളുടെ പ്രായത്തില് നബി തങ്ങളുടെ മുമ്പിലേക്ക് ഉമ്മ കൊണ്ടുവന്നപ്പോ അനസ് ബിൻ മാലിക് തങ്ങളോട് പറഞ്ഞത്, മോനെ അനസേ, അസ്ബിഗിൽ വുദൂഅ, വുദൂ എടുക്കുമ്പോ പരിപൂർണമായി വുദൂ എടുക്കണം കേട്ടോ. യസ്ദ് ഫീ ഉംരിക, അത് നിനക്ക് ആയുർദൈർഘ്യം ഉണ്ടാവാൻ കാരണമാണ്. അതോടുകൂടെ മോനെ, ഇൻ ഖദ്ദർത, നിനക്ക് കഴിയുമോ, അം തുസ്ബിഹ വ അൻ തുസ്ബിഹ, നേരം പുലരുന്നു വൈകുന്നേരമാകുന്നു, ദിനരാത്രങ്ങൾ കഴിയുമ്പോ ഒരാളോടും വെറുപ്പില്ലാതെ, ഖൽബിലൊരാളോടും വെറുക്കാതെ, വീട്ടുകാരോടാവട്ടെ കുടുംബത്തവരോടാവട്ടെ എല്ലാരോടും ആരും നമ്മളെ വാക്ക് കാരണം മനസ്സ് വിഷമിക്കാത്ത കോലത്തിൽ ആകാൻ കഴിയോ? അതെന്റെ സംസ്കാരം. ഹബീബാ നബി തങ്ങൾ അങ്ങനെയാണ്. ഉപ്പയും ഉമ്മയുണ്ടോ, ഓല് നമ്മൾ കാരണം വിഷമിക്കരുത്. നമ്മൾ കാരണം ഓലെ കണ്ണെന്നൊരിത്തിരി കണ്ണുനീര് വീണണെങ്കിൽ ദുന്യാവെന്ന് പിന്നെ കഴിച്ചിലാവൂല. നല്ല ശ്രദ്ധിക്കണം. വല്ലതും സംഭവിച്ചു പോയി ഒരു മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഖബറുകൾ പോയി ഒരിക്കു പോണ്ടി പൊറുക്കലിനെ ചോദിക്കാം. ഒരിക്കലും രക്ഷപ്പെടൂല. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അവരോടുള്ള ബാധ്യത അത്ര വലിയ കടപ്പാടാണ്. ആരെങ്കിലും ബന്ധം വിച്ഛേദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പുനഃസ്ഥാപിക്കാം. കാരണം നമ്മൾ ദ്വാരക്കുമ്പോ എന്താ പറയല്? അള്ളാഹ് ദ്വാരക്കാൻ പറഞ്ഞു നമ്മളോട്, എന്ത്, വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. പടച്ചോനെ, ഒരു മുഅ്മിനിനോടും നിന്റെ ഖൽബിൽ വെറുപ്പ് തരരുത് കേട്ടോ. എന്താ, നമ്മൾ ഒരാളോട് വെറുപ്പ്, ഞാൻ ഒരാൾ തെറ്റി നിൽക്കുക. എന്തിനാ തെറ്റിയത്? വാപ്പാന്റെ മുതൽ ഒരിച്ചപ്പോ ഓൻ മുന്നെടുത്തു, എനിക്ക് ബേക്കാ തന്നത്. അങ്ങനെ പല കാരണങ്ങൾ മുതലിന്റെ വിഷയത്തിൽ, അതല്ലെങ്കിൽ എന്റെ വണ്ടീന്റെ പിന്നിൽ കൊടുത്തിട്ട് ഓനാൾ കുത്തി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദുന്യാവിന്റെ പ്രശ്നത്തിൽ ഞാൻ ഒരാൾ തെറ്റി നിൽക്കുക. 3 ദിവസം വരെ റെഡി. 3ാമത്തെ ദിവസം കഴിഞ്ഞാൽ ഒരു സെക്കൻഡിന് ഒരു തെറ്റായിട്ടാണ് അത് എഴുതുക. അപ്പൊ ഒരാളോട് ഒരു ദിവസം തെറ്റുന്ന 84,000 ദോഷം ഇവിടെ കയറി. 10 ദിവസമാകുമ്പോ 8,40,000 കുറ്റം പറഞ്ഞുണ്ടാവും. 100 ദിവസത്തിനാവുമ്പോ 80,40,000 ദോഷം പറഞ്ഞു. ഒരാളോട് തെറ്റാറിന ചില്ലറല്ല. ഈ ദുന്യാവിലെ